ഒരു ഇലയപ്പം ഉണ്ടാക്കാം. വെള്ളവും പൊടിയും കൂടെ ഒക്കെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് കപ്പി കാച്ചുന്നോട്ട് എടുത്തിട്ട് അതിനിപ്പോൾ 1.5 കപ്പ് വെള്ളമുണ്ട്. ഇത് 1.25 കപ്പ് അരിപ്പൊടി. അത് ഇടിയപ്പപ്പൊടിയോ പത്തിരിപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും. ഗ്യാസ് ഓൺ ആക്കിയിട്ടില്ല. കട്ടയില്ലാത്ത രീതിയിൽ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. 1/2 ടീസ്പൂൺ നെയ്യും. ഇനി ചെറിയ തീയിൽ ഗ്യാസ് ഇത് ഓണാക്കിയിട്ട് ചെറിയ തീയിലിട്ട് കുറുക്കിയെടുക്കാം. ഇനി ഇത് ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി ഒന്ന് ചെറുതായിട്ട് തണുക്കട്ടെ. ഇത് ഒരു പീസ് ചുക്ക്, കുറച്ച് ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഒരു 5 ഏലക്ക. ഇതാണെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി ഈ തേങ്ങയും ശർക്കരയൊക്കെ ഒന്ന് വഴട്ടാം. അതിന് വേണ്ടി ഒരു 1/2 ടീസ്പൂൺ നെയ്യ് വീണ്ടും ഒഴിക്കാം. അതിലേക്ക് 1.25 കപ്പ് തേങ്ങ. ശർക്കരയാണ് ആവശ്യത്തിന് എടുക്കണം. ഇതിപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം ഇടുക. അതിലേക്ക് ഈ ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചെടുക്കാം. ഇനി ഈ മാവ് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. കുറച്ച് മാവ് എടുത്തിട്ട് കുഴക്കട്ട ഉണ്ടാക്കാം. ഇത് വെച്ച് തന്നെ ഇനി ഇത് സ്റ്റീം ചെയ്യാം. അതിനുവേണ്ടി വെള്ളം ഒഴിച്ച് ബാക്കി കുഴക്കട്ടയും വെക്കാം. ഒരു 15 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യാം. ഇതിപ്പോൾ 20 മിനിറ്റായി. ഇനി ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഇലയപ്പമാണ്. കനം കുറഞ്ഞ്